നിർണായക ദിവസമാണ്. പാക് അധിനിവേശ കാശ്മീരിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസഫറാബാദിലേക്ക് ഇന്ന് ഒരു വലിയ പൊതുമാർച്ച് നടത്തുന്നുണ്ട്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. പാകിസ്ഥാൻ സർക്കാരിന് നൽകിയ അന്ത്യശാസനം അവസാനിച്ചതിന് ശേഷമാണ് JAC മാർച്ച് പ്രഖ്യാപിച്ചത്. ഇത് മേഖലയിലുടനീളം സംഘർഷം സൃഷ്ടിക്കും. ഈ മാർച്ച് തടയാൻ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. പാകിസ്ഥാൻ സർക്കാരിന്റെ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിൽ കുറഞ്ഞത് 8 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നത്തെ മാർച്ച് എന്ത് വില കൊടുത്തും തടയാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. പക്ഷെ ആളുകൾ ഇതിനകം തന്നെ തയ്യാറായി തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ റാവൽകോട്ട് ബസ് സ്റ്റാൻഡിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടി. സുരക്ഷാ സേന ആദ്യം കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായപ്പോൾ അവർ വെടിയുതിർത്തു. കണ്ണീർവാതക പ്രയോഗത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവന് വേണ്ടി ഓടുന്നത് കാണേണ്ടി വന്നു. പരിക്കേറ്റവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ കണ്ടു. സുദനേദ്രി പ്രദേശത്തും സുരക്ഷാ സേന സമാനമായ ക്രൂരമായ നടപടികൾ ആവർത്തിച്ചു. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ സേനയുടെ ഈ നടപടി യാദൃച്ഛികമല്ല. മുസഫറാബാദിലേക്കുള്ള മുന്നേറ്റം തടയുന്നതിനായി റവാലക്കോട്ട്, മുസഫറാബാദ്, കോട്ട്ലി, മീർപൂർ, ഹട്ടിയാൻഭാല, സുദാനോദി എന്നിവയുൾപ്പെടെയുള്ള നിരവധി ജില്ലകളിൽ ഒരേ സമയം ആസൂത്രിതമായ അടിച്ചമർത്തൽ പ്രചരണം ആരംഭിച്ചു. കൂടാതെ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും വിതരണം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരുന്നു. റോഡുകൾ തടഞ്ഞിരിക്കുന്നു. പൊതുജന പ്രതിഷേധം തടയാൻ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ പാകിസ്ഥാൻ നിരോധിച്ചു. അതിനെ ഒരു ഭീകര സംഘടനയായി മുദ്രകുത്തി. സംഘടനയുടെ നേതാവ് ഷൗക്കത്ത് നവാസ് മീർ ഉൾപ്പെടെ 600-ലധികം പ്രവർത്തകരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചർച്ചയ്ക്കുള്ള ഒരു മേശയ്ക്ക് പകരം തോക്കുകളും ബരാക്കുകളുമാണ് പാകിസ്ഥാന്റെ പ്രതികരണം. പണപ്പെരുപ്പം, വൈദ്യുതി, ഗോതമ്പ് എന്നിവയുടെ വിലക്കയറ്റം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ കാരണം ഒരു കാലത്ത് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെതിരായ ഒരു തുറന്ന കലാപമായി മാറിയിരിക്കുന്നു. റവാലക്കോട്ടിൽ കഴിഞ്ഞ 40 ദിവസമായി നടക്കുന്ന ഈ പ്രതിഷേധം പണപ്പെരുപ്പത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് പാകിസ്ഥാന്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വില കുറഞ്ഞ വൈദ്യുതിയും ഗോതമ്പും, തൊഴിൽ, മെച്ചപ്പെട്ട ഭരണം, അടിച്ചമർത്തൽ നയങ്ങൾ അവസാനിപ്പിക്കൽ എന്നിവയുൾപ്പെടെ 38 ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചാർട്ടർ JAC സമർപ്പിച്ചു. റവാലക്കോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് തടിച്ചുകൂടിയ ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ JAC നേതാവ് സർദാർ അമാൻ ഖാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, POK പാകിസ്ഥാന്റെ ഭാഗമല്ല. മാത്രമല്ല, POK സ്വതന്ത്രമോ തർക്കപ്രദേശമോ അല്ല, മറിച്ചൊരു അധിനിവേശ പ്രദേശമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാന്റെ ഔദ്യോഗിക വിവരണത്തെ നേരിട്ട് വെല്ലുവിളിച്ചു. ഈ ഭൂമി ഒരു തർക്ക പ്രദേശമല്ലെന്നും ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തിയതാണെന്നും അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ ഉച്ചത്തിലും കരഘോഷങ്ങളും മന്ത്രങ്ങളും മുഴക്കി. പാക് അധീന കാശ്മീർ ആസാദ് കാശ്മീർ ആണെന്ന പാകിസ്ഥാന്റെ ദീർഘകാല അവകാശവാദത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിനാൽ അമൻ ഖാന്റെ പ്രസ്താവന പ്രാധാന്യം അർഹിക്കുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രസ്താവനയോട് പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇസ്ലാമാബാദിനെതിരെ പതിറ്റാണ്ടുകളായി നടക്കുന്ന സാമ്പത്തിക ചൂഷണം, വിവേചനം, അവകാശങ്ങളുടെ നഗ്നമായ കൊള്ള എന്നിവ അവർ ആരോപിച്ചു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം, പാകിസ്ഥാനിൽ നിന്ന് സൈന്യം പുറത്തുവരിക എന്നീ മുദ്രാവാക്യങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു കേട്ടു. പാക് അധിനിവേശത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന POKയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണെന്ന് വ്യക്തമാണ്. അമൻ ഖാന്റെ പ്രസ്താവന ഈ ആവശ്യത്തിന് കൂടുതൽ ആക്കം കൂട്ടി. 38 ഇനങ്ങളുള്ള ഈ ചാർട്ടറിനെതിരായ നിർണായക പ്രകടനമായാണ് ഇന്നത്തെ മാർച്ച് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം ഇതിനകം തന്നെ പരിഭ്രാന്തരാണ്. മുസഫറാബാദിൽ കനത്ത സുരക്ഷാ സേനയും റോഡ് ബ്ലോക്കുകളെയും അധിക സേനയും വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ചൊവ്വാഴ്ചത്തെ വെടിവെപ്പും അറസ്റ്റുകളും 40 ദിവസത്തെ അടിച്ചമർത്തലുകളും ഉണ്ടായിരുന്നിട്ടും ജനങ്ങൾ പിന്മാറാൻ തയ്യാറല്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.